പ്രൈസ് ദി ലോർഡ്. ഗോഡ് സിറ്റി മിനിസ്ട്രി ഒരുക്കുന്ന വിഷൻ ഇൻ ക്രൈസ്റ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഈ ശുശ്രൂഷ അനുഗ്രഹത്തിനും വിടുതലിനും രക്ഷിക്കും കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബ്രദർ സാന്റോ മാത്യു നിങ്ങൾക്കായി ദൈവവചനം ശുശ്രൂഷിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. വിഷൻ ഇൻ ക്രൈസ്റ്റ് TV പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരിക്കും. കഴിഞ്ഞ ആഴ്ചകളിൽ അത്ഭുതകരമേറിയ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കർത്താവ് കൃപ നൽകി. അനേക രോഗികളെ കർത്താവ് സൗഖ്യമാക്കി. വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന പല ആളുകളും പല വിഷയങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയാൽ ഷെയർ ചെയ്തു. ഫോണിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത്ഭുതകരമായിട്ടുള്ള വിടുതൽ കർത്താവ് കൊടുക്കുവാനിടയായി തീർന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നത്തെ ഈ സന്ദേശം വളരെ ബ്ലസ്സഡ് ആയിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ്. വളരെ പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. വളരെ ബ്ലസ്സഡ് ആയിട്ടുള്ള ഈ സന്ദേശം കർത്താവ് നിങ്ങളെ ബ്ലസ് ചെയ്ത് അനുഗ്രഹിക്കും, യാതൊരു സംശയമില്ല. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് തിരുവചനത്തിൽ നിന്ന് ഒരു അധ്യായം വായിക്കാൻ ആഗ്രഹിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 5-ാം അധ്യായം 3-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്: അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നിരുന്നുവെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. നമുക്കറിയാം, അരാം രാജാവിന് ഇസ്രായേലുമായിട്ടൊരു യുദ്ധമുണ്ടാകുകയാണ്. ആ യുദ്ധം ഉണ്ടാകുമ്പോൾ അരാം രാജാവിൻ്റെ ക്യാപ്റ്റനായിരിക്കുന്ന നയമാൻ എന്ന ഒരു വ്യക്തി മുഖാന്തരം യഹോവ അരാമിന് വലിയൊരു ജയം കൊടുക്കുവാനിടയായി തീർന്നു. ദൈവത്തിൽ നിന്നും ഇസ്രായേൽ ജനം എപ്പോഴൊക്കെ പുറകോട്ട് മാറിയോ, ദൈവത്തിൽ നിന്ന് അകന്നു പോയോ, അപ്പോഴൊക്കെയും ശത്രു പലപ്പോഴും ജയിക്കുവാനിടയായിട്ടുണ്ട്. അത് ദൈവം അനുവദിക്കുന്നതാണ്. ഇവിടെ ഈ നയമാൻ എന്ന ഈ അരാം സൈന്യത്തിൻ്റെ ക്യാപ്റ്റനായിരിക്കുന്ന ഈ നയമാൻ നിമിത്തം വലിയ ഒരു ജയം അരാം സൈന്യത്തിനുണ്ടായി. ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് കാണുന്ന ഒരു കാര്യമുണ്ട്. അരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവൻ്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. ശ്രദ്ധിക്കൂ, ഈ നയമാൻ നിമിത്തം ഒരു വലിയ ജയം ലഭിച്ചതുകൊണ്ട് വലിയ മഹാനും മാന്യനുമായിട്ട് ഈ രാജാവ് ഈ നയമാനെ കാണാനിടയായി തീർന്നു. മാത്രമല്ല, അവൻ വളരെ പരാക്രമശാലിയാണ്. ഇതൊക്കെ ആണെങ്കിലും ഈ നയമാൻ്റെ ജീവിതത്തിൽ വലിയൊരു ശൂന്യതയുണ്ട്. ഇസ്രായേലിനോട് പോയി യുദ്ധം ചെയ്ത് അരാമിന് ജയം മേടിച്ചു കൊടുത്തു. അരാം രാജാവിൻ്റെ സേനാപതിയായിരിക്കുന്ന ഈ നയമാൻ വലിയൊരു ജയാളിയാണെങ്കിലും പരാക്രമശാലിയാണെങ്കിലും രാജാവ് അവനെ മഹാനും മാന്യനുമായിട്ടൊക്കെ എണ്ണിയെങ്കിലും പുറത്തേക്ക് ഇറങ്ങി 4 പേരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റാത്ത ഒരു രോഗം ഇവൻ്റെ ശരീരത്തിലുണ്ട്. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നീ ഒരുപക്ഷെ മഹാനായിരിക്കാം, മാന്യനായിരിക്കാം, വലിയ പരാക്രമശാലിയായിരിക്കാം, പക്ഷേ ജീവിതത്തിൽ ഏതോ ഒരു വിഷയം നിന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുക, ഈ നയമാന് സംഭവിച്ചതുപോലെ. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലിനെ ദൈവം വിടുവിക്കുവാനിടയായി തീർന്നു. ദൈവ മഹത്വം, അതായത് ഈ നയമാൻ എന്ന വ്യക്തിയുടെ ഒപ്പം യഹോവ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ നിമിത്തം ഒരു ജയം ലഭിക്കാനിടയായി തീർന്നത്. അവന് ജയം കൊടുത്തു. അരാം രാജാവിന് നയമാൻ മുഖാന്തരം ഒരു ജയം ലഭിച്ചു. എന്തിനാണെന്നറിയാമോ ആ ജയം കൊടുത്തത്? ഈ നയമാൻ എന്ന ഈ വ്യക്തി ദൈവത്തിൻ്റെ പൈതൽ, അവൻ ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കുകയും ദൈവത്തെ ഉപേക്ഷിച്ച് അവൻ മറ്റു മേഖലകളിലേക്ക് അവൻ അകന്നു പോകാതിരിപ്പാൻ അവനൊരു കുഷ്ഠരോഗം ദൈവം അങ്ങ് അനുവദിച്ചു. കാരണം അതിൽ വെച്ച് അവനെ ദൈവം പിടിക്കാനിടയായി തീർന്നു. ഇത് ദൈവമഹത്വത്തിന് വേണ്ടി അവൻ്റെ മേൽ ദൈവം അനുവദിച്ച ഒരു കുഷ്ഠരോഗമാണ്. കാരണം ഇവൻ ദൈവത്തിൻ്റെ അടുക്കൽ വരും ഒരിക്കൽ. അത് ദൈവത്തിനറിയാം. ദൈവമക്കളെ, കാര്യം രാജാവിനെ മഹാനും മാന്യനൊക്കെ ആയിട്ടാണ് എണ്ണിയെങ്കിലും ഇവൻ്റെ മനസ്സിന് വലിയ സന്തോഷമൊന്നുമില്ല. കാരണം
കുഷ്ഠരോഗമാണ്. ഒന്നാലോചിച്ച് നോക്കിക്കൂ. വലിയ വിജയം ലഭിച്ചവനാണെങ്കിലും ശരീരം മുഴുവനും വർണ്ണം പോലെ പഴുത്ത് പൊട്ടി കുഷ്ഠരോഗം കൊണ്ട് നിറയുന്ന ഒരു മനുഷ്യൻ എന്തെല്ലാം പണമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ജോലി ഉണ്ടെന്ന് പറഞ്ഞ കാര്യം, എത്ര ഏക്കർ സ്ഥലമുണ്ടായാലും എന്താ കാര്യം. രണ്ട്, ദേശത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിൽ വലിയ മാന്യനായി രാജാക്കന്മാരോ ഭരണാധികാരികളോ ബഹുമാനിക്കുന്നവനാണെങ്കിൽ പോലും എന്താ കാര്യം, ഒരു പ്രയോജനവുമില്ല. കാരണം മാരകരമായിട്ടുള്ളൊരു രോഗം. ആരുടെയും നല്ലൊരു ഫംഗ്ഷന് പോലും പോയി പങ്കെടുക്കാൻ പറ്റത്തില്ല. കാരണം കുഷ്ഠരോഗമാണ്. ഈ നയമാൻ നിമിത്തം ഈ അരാം രാജാവിന് ജയം ലഭിച്ചുവെങ്കിലും പുറത്തെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഫംഗ്ഷന് ഒരിക്കലും ഈ നയമാന് പോയി പങ്കെടുക്കാൻ കഴിയില്ല. കാരണം ഇദ്ദേഹത്തിന് മുഖ്യ കാര്യം, ഇദ്ദേഹം ജയാളിയാണ്, ക്യാപ്റ്റനാണ്, ഒക്കെ ശരിയാണെങ്കിലും ഒരു നല്ല കാര്യത്തിനൊന്നും, വിശേഷമായ നല്ല കാര്യത്തിനൊന്നും ഇദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റില്ല. കാരണം ഇദ്ദേഹത്തിന് കുഷ്ഠരോഗമുണ്ട്, കുഷ്ഠരോഗം. എന്നാൽ ആ അധ്യായങ്ങൾ മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. 5-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അരാമ്യർ കവർച്ചപ്പടയായി വന്നപ്പോൾ ഇസ്രായേലിൽ നിന്നും ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുപോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. ഈ അരാമ്യ പടകൾ കവർച്ചയായി ഇസ്രായേലിൽ നിന്നും ഒരു കൊച്ചു പെൺകുട്ടിയെ അവർ പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് നയമാന്റെ ഭാര്യയെ ശുശ്രൂഷിക്കാനായിട്ട് ആ കൊച്ചിനെ അവിടെ ഏൽപ്പിച്ചു. അവൾ ഒരു ഇസ്രായേൽക്കാരി കൊച്ചു കുഞ്ഞാ, ഒരു കൊച്ചു പെൺകുഞ്ഞാ. അവളെ യഹോവയെ സേവിക്കുന്നവളായിരുന്നു. ഇസ്രായേലിന്റെ ദൈവം ആരാണ് നന്നായിട്ട് അറിയാവുന്നവളായിരുന്നു ഈ കൊച്ച്. ഒരു പെൺകുട്ടി, ചെറിയൊരു പെൺകുട്ടി. യജമാനത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക, നയമാന്റെ ഭാര്യയെ ശുശ്രൂഷിക്കുന്ന വീട്ടുജോലിക്കാരിയാണ് ഇവൾ. അരാമ്യപ്പട പിടിച്ചുകൊണ്ട് വന്ന ഈ കൊച്ചിനെ. പക്ഷേ ഈ കുഞ്ഞിന് ഇസ്രായേലിലെ ദൈവം ആരാണെന്നും ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്നും അല്ലെങ്കിൽ ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് ഇവൾ അറിഞ്ഞു. ഇവൾക്ക് നന്നായിട്ട് അറിയാം ആ ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്നും ആ പ്രവാചകന്റെ, ഇസ്രായേലിലെ പ്രവാചകന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപ എന്താണെന്നും ഒക്കെ ഈ ബാലികയായ കുഞ്ഞിന് അറിയാമായിരുന്നു. ഈ കുഷ്ഠരോഗം നിറഞ്ഞിരിക്കുന്ന ഈ നയമാന്റെ അവസ്ഥ കണ്ടിട്ട് ഒരിക്കൽ ഈ നയമാന്റെ ഭാര്യയായ യജമാനത്തിയോട് ഈ ഇസ്രായേൽക്കാരി പെൺകുച്ചി ഒരിക്കൽ പറയുന്ന പദമാണ് 5-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ എങ്ങനെയാണ് അവൾ പറയുന്നത്? തൻ്റെ യജമാനായിരിക്കുന്ന ഈ നയമാന്റെ ശരീരത്തിലെ ഈ കുഷ്ഠരോഗം കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ മേല. ഇസ്രായേൽ പെൺകുട്ടി തന്നെ കവർച്ചപ്പടയായി വിളിച്ചുകൊണ്ട് വരികയും താൻ അടിമവേല ചെയ്യുക. അപ്പോഴും ദൈവ മഹത്വത്തെ വെളിപ്പെടുത്താൻ അവൾ മറന്നില്ല. അടിമവേലയാണെങ്കിൽ പോലും ദൈവമഹത്വത്തെ വെളിപ്പെടുത്താൻ മറന്നില്ല. നോക്കിക്കേ, ആ കുഞ്ഞിന് അവിടുന്ന് ഒരു റിലീസ് അവിടുന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയൊരു യാഥാർത്ഥ്യം. ശ്രദ്ധിക്കൂ, ഈ കുഞ്ഞ് പറയുകയാണ് യജമാനത്തിയോട്, അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നിരുന്നുവെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ശമരിയിൽ ഒരു പ്രവാചകനുണ്ട്. എങ്ങനെയെങ്കിലും യജമാനനായിരിക്കുന്ന നയമാനെ അവിടെ നിന്ന് കൊണ്ടുചെന്നാൽ കുഷ്ഠരോഗം പ്രവാചകൻ മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ബാലിക്കാരത്തിയായ ഇസ്രായേൽക്കാരിയെ കൊച്ച് ദൈവമഹത്വം വെളിപ്പെടുത്താൻ മറന്നില്ല. ഇവൾ കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. ഇവൾ തന്റെ യജമാനത്തോട് പറഞ്ഞു, യജമാനൻ ഒന്ന് ശമരിയിൽ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നിരുന്നെങ്കിൽ കർത്താവ് പൂർണ്ണമായി സൗഖ്യം കൊടുക്കുമായിരുന്നു, അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു. അത് ഇവൾക്ക് നന്നായിട്ടറിയാം. അങ്ങനെ യജമാനോട് ചെന്ന് പറഞ്ഞു, യജമാനനെ, ഈ ഇസ്രായേൽക്കാരി ഈ പെൺകുട്ടി പറയുന്നു, ശമരിയിൽ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നാൽ ആ പ്രവാചകൻ നിന്റെ കുഷ്ഠരോഗം മാറ്റിത്തരുമെന്ന് ഇസ്രായേൽക്കാരി കൊച്ചു പറഞ്ഞു എന്ന് പറയാനിടയായി. എന്തുവേണ്ടി നയമാൻ ഈ കാര്യം ചെന്ന് അരാം രാജാവിനോട് പറഞ്ഞു. അരാം രാജാവ് ഒരു വലിയ ലെറ്ററൊക്കെ എഴുതി കൊടുത്തു. എങ്ങോട്ടാ? ഇസ്രായേൽ രാജാവിന്റെ അടുക്കിലേക്ക് ചെന്നു. അരാം രാജാവ് വിചാരിച്ചുകൊണ്ടിരുന്നത് ഇസ്രായേലിലെ രാജാവിന്റെ കയ്യിലായിരിക്കും ഒരുപക്ഷെ ഈ വിടുതലിരിക്കുന്നതെന്ന്. എല്ലാം ഈ മക്കളെ, പലപ്പോഴും പലരുടെ തെറ്റിദ്ധാരണയാണിത്. ദൈവത്തിന്റെ വിടുതൽ ഏതെങ്കിലും ഒരു അധികാരിയുടെ കയ്യിലല്ല. ദൈവം തന്റെ മക്കൾക്ക് ചെയ്യുന്ന വിടുതൽ ദൈവത്തിന്റെ കരങ്ങളില്ല. എന്റെയും നിന്റെയും വിടുതൽ ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. പക്ഷേ അധികാരിയുടെ ഹൃദയത്തിൽ ദൈവം ഇടപെടണം. ദൈവം അധികാരിയെ കൊണ്ട് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ, അപ്പം ഇദ്ദേഹം വിചാരിച്ചു ഇദ്ദേഹത്തിന്റെ രോഗസൗഖ്യം ഒരുപക്ഷെ ഈ രാജാവിന് ചെയ്തു കൊടുക്കാൻ കഴിയുമെന്ന് കരുതി രാജാവിന്റെ അടുക്കൽ ഒരു വലിയ എഴുത്തും കൊടുത്ത് നയമാനും കൂട്ടിക്കൊണ്ട് ഇദ്ദേഹം രാജാവിന്റെ അടുക്കൽ വരികയാണ്. ഇസ്രായേൽ ശമരിയിൽ രാജാവിന്റെ അടുക്കിലേക്ക് വരികയാണ്. രാജാവിന്റെ അടുക്കൽ വന്നപ്പോൾ നയമാൻ അതിന്റെ കയ്യിലിരിക്കുന്ന ഈ പത്രം, ഈ എഴുതിക്കൊണ്ട് വന്നത് ഈ അരാം രാജാവ് എഴുത്തെന്ന് കൊടുത്തപ്പോൾ അദ്ദേഹം ഭാരപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവാ,
ഇത് എനിക്ക് കഴിയുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വസ്ത്രം വലിച്ചു കീറുമ്പോൾ പെട്ടെന്ന് പ്രവാചകനായി എലീശ പറയുകയാണ്, നീ എന്തിന് നിന്റെ വസ്ത്രം വലിച്ചു കീറിക്കളയുന്നു? അവരെ എൻ്റെ അടുക്കൽ വിടാൻ പറഞ്ഞു. അങ്ങനെ ഈ നയമാനും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും ശിഷ്യനും കൂടി അതെ പ്രവാചകനായിരിക്കുന്ന ഏലീശയുടെ അടുക്കൽ ചെല്ലുകയാണ്. ദൈവമക്കളെ, എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു വിഷയം അതിനകത്തൊന്ന്, ഏലീശയുടെ വീട്ടിനോടടുത്ത് ഇദ്ദേഹം ചെന്നു. ഇദ്ദേഹത്തിൻ്റെ രഥത്തിൽ ചെന്ന് ഇദ്ദേഹം എലീശയുടെ വീടിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ എലീശ പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്. ശ്രദ്ധിക്കൂ, ഇദ്ദേഹത്തോട് പറയുകയാണ്, നീ യോർദാനിൽ ചെന്ന് 7 പ്രാവശ്യം മുങ്ങുക, നീ ശുദ്ധിയാകുമെന്ന് പറഞ്ഞു. വേറെ ഒന്നും പറയുന്നില്ല. ഇത് കേട്ട ഉടനെ നയമാൻ പറയുക, ഇവനെന്താ ഇങ്ങനെ പറയുന്നേ? എൻ്റെ നേരെ കൈ നീട്ടിയിട്ട് ഒരുപക്ഷെ ആ രോഗം മാറിപ്പോകുമെന്ന് പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇദ്ദേഹം പറയുന്നത്, യോർദാനിൽ ചെന്ന് 7 പ്രാവശ്യം നീ കുളിക്കുക, നീ ശുദ്ധിയാകുമെന്ന് പറഞ്ഞു. ഈ മക്കളെ, അദ്ദേഹം വളരെ മാനസികമായിട്ട് തകർന്നു. അദ്ദേഹം ചിന്തിച്ചത്, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഇതിനേക്കാൾ നല്ല വെള്ളം, ശുദ്ധമുള്ള നദിയും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ വിളിച്ചു പറയുകയാണ്, അവിടെ പ്രവാചകൻ വ്യക്തമായിട്ട് പറയുന്നു, നീ യോർദാനിൽ ചെന്ന് 7 പ്രാവശ്യം കുളിക്കുക. ഇദ്ദേഹം വിഷമിച്ച് മാനസികമായിട്ട് ഇദ്ദേഹം തിരിച്ചു പോകാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരിക്കുന്ന ആൾ പറയുകയാണ്, യജമാനനെ, ഇനി പ്രവാചകൻ ഇതിനേക്കാൾ വലിയൊരു കാര്യമാണ് പറഞ്ഞതെങ്കിൽ നീ ചെയ്യത്തില്ലേ? അപ്പോൾ 7 പ്രാവശ്യം യോർദാനിൽ ചെന്ന് കുളിക്കാന്ന് പറയുമ്പോൾ നീ ചെയ്യുക, അതല്ലയോ നല്ലത്, ഉചിതമെന്ന് ഈ കൂട്ടു ശിഷ്യൻ പറഞ്ഞു കൊടുക്കുകയാണ്. മനസ്സില്ലാതെ ഇദ്ദേഹം വാക്ക് കേട്ട് യോർദാനിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. കേട്ടെ, പ്രവാചകൻ പറഞ്ഞ വാക്ക് അനുസരിക്കുക. ഇദ്ദേഹം ചെന്നിട്ട് ഈ കുഷ്ഠം നിറഞ്ഞ ഈ മനുഷ്യൻ ആ യോർദാനിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ആ വെള്ളത്തിൽ 7 പ്രാവശ്യം അദ്ദേഹം കുളിക്കുകയാണ്. 7ാമത്തെ പ്രാവശ്യം പൊങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ഒരു ശിശുവിൻ്റെ ശരീരം പോലെ വളരെ മനോഹരമായി ശരീരമായി മാറുവാനിടയായി തീർന്നു. അദ്ദേഹം കർത്താവ് അത്ഭുതകരമായിട്ടുള്ള ഒരു വിടുതൽ കർത്താവ് അവന് കൊടുക്കുവാനിടയായി തീർന്നു. അതെ, അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്, അവൻ്റെ ദേഹം ഒരു ചെറിയ ബാലൻ്റെ ദേഹം പോലെ ആയി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കുളി കഴിഞ്ഞപ്പോൾ 7ാമത്തെ പ്രാവശ്യം പൊങ്ങി വെള്ളത്തിൽ വന്നപ്പോൾ ഒരു ബാലൻ്റെ ശരീരം പോലെ പുഷ്ടിയുള്ളതും ഭംഗിയുള്ള രോഗമില്ലാത്ത ഒരു ശരീരമായി മാറി. എന്നെ ചിന്തിപ്പിച്ച വിഷയം, എല്ലാവരും പ്രസംഗിച്ച് അവിടെ മറ്റൊരു വിഷയത്തിലേക്ക് പോകുമ്പോൾ എന്നെ പരിശുദ്ധാത്മാവ് ചിന്തിച്ച ഒരു വിഷയമുണ്ട് അതിനകത്ത്. ഇതാണ്, ഈ 7ാമത്തെ പ്രാവശ്യം വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്ന ഈ നയമാൻ ദൈവം പറഞ്ഞ് അനുസരിച്ചു. അടുത്ത നിമിഷം അവൻ കാണുമ്പോൾ അവൻ്റെ ശരീരം ബാലൻ്റെ ശരീരം പോലെ ആണ്. ഇവൻ അപ്പോൾ ദൈവത്തിന് വന്ന മഹത്വം കൊടുത്ത ശേഷം അടുത്ത സ്റ്റെപ്പ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായത് കാര്യമിതാ, അരാമ്യപ്പട പിടിച്ചുകൊണ്ടുവന്ന ഇസ്രായേലിൻ്റെ മഹത്വം കണ്ട ഒരു ചെറിയ പെൺകൊച്ച് എൻ്റെ യജമാനത്തെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, അവൾ തടവുകാരിയായിട്ടാണ് എൻ്റെ വീട്ടിൽ കഴിയുന്നത്. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ എന്നെ വളരെ എന്നെ ചിന്തിപ്പാനിടയായി തീർന്നു. ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലാണ്. അദ്ദേഹം ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് ആ ദേശത്തെ അല്പം മണ്ണ് ചോദിച്ചു. അതിനുശേഷം അരാമിലേക്ക് തിരിച്ചു പോരുകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയൊരു വിഷയമുണ്ട്. എന്നാണെന്നറിയാമോ? ഞാൻ തടവുകാരിയാക്കി വെച്ച ആ കുഞ്ഞ് ദൈവത്തിൻ്റെ മഹത്വം കൊണ്ടവളാണ്. വളരെ ബാലിക്കാരിയായിരിക്കും, ചെറുപ്പമായിരിക്കുമ്പോഴാണ് ഇവരിതിനെ പിടിച്ചുകൊണ്ട് വരുന്നത്. എന്നിട്ട് യജമാനത്തേക്ക് വേല ചെയ്യുവാൻ വീട്ടിൽ വെച്ചിരിക്കുക. പക്ഷെ ശ്രദ്ധിക്കൂ, ദൈവത്തിൻ്റെ മഹത്വം ഒരു ദൈവ പൈതലിൻ്റെ മേൽ വീണാൽ എത്ര പ്രതിസന്ധികൾ കടന്നാലും, പ്രതിസന്ധിയിലൂടെയും പ്രോസസ്സിലൂടെ അവൻ കടന്നുപോയാലും മഹത്വം അവൻ്റെ ഉള്ളിൽ നിന്ന് പോകത്തില്ല. അതിൻ്റെ ഒരു തെളിവാണ് ഈ ഇസ്രായേൽക്കാരി പെൺകൊച്ച്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ കാരണക്കാരിയായത് ഈ ഇസ്രായേൽക്കാരി പെൺകൊച്ചാണ്. ചെറിയൊരു കുഞ്ഞ്, ഒരു പെൺകുഞ്ഞ്. ആ സഹോദരിയാണ് കർത്താവിൻ്റെ നാമത്തെ അവിടെ ഉയർത്തുവാനിടയായി തീർന്നത്. മക്കളെ, ഈ സഹോദരിയുടെ വാക്ക് കേട്ടതുകൊണ്ട് നയമാൻ അത്ഭുതകരമായ വിടുതൽ ലഭിക്കുവാനിടയായി തീർന്നു. ശ്രദ്ധിക്കൂ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ആയിരക്കണക്കിന് ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാനുണ്ട്. കർത്താവ് പറയുക, നിങ്ങളിന്ന് ഇറങ്ങി വരണം, നിങ്ങളിന്ന് വെള്ളത്തിൽ മുങ്ങണം, നിങ്ങളിന്ന് ശുദ്ധിയാകണം, നിങ്ങൾ വിടുവിക്കപ്പെടണം എന്നൊക്കെ പ്രവാചകൻ പറയുമ്പോൾ നൂറുകണക്കിന് കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്. ഇതുവരെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, പലപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ഓർപ്പിച്ചിട്ടും നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പ്രവാചക ശബ്ദം നീ കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നീ കേൾക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ അതനുസരിക്കുവാൻ നീ തയ്യാറാകണം.
അതനുസരിച്ച് മുമ്പോട്ട് പോകാൻ തയ്യാറാകുമ്പോഴാണ് ദൈവികമായ പ്രവൃത്തികൾ കാണുന്നത്. ഈ ദിവസങ്ങൾ കേട്ടിട്ടും കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും പോകുന്ന അവസ്ഥയല്ല. ഈ ദിവസങ്ങൾ അനുസരിക്കുവാൻ നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ ഒരു വിടുതൽ കാണുവാൻ തയ്യാറായിത്തീരും. ശ്രദ്ധിക്കൂ, പ്രവാചകന് നിന്റെ വിഷയം അറിഞ്ഞ് തെരഞ്ഞു പിടിച്ച് നിന്റെ വീട്ടിൽ വന്ന് നിനക്ക് സൗഖ്യം തരേണ്ട കാര്യമില്ല. കാരണം കർത്താവ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ ഒരിക്കലും നിന്റെ വീട് തേടി വരേണ്ട കാര്യമില്ല. പാപത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് യേശു പറയും. പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടും. പിതാവിൻ്റെ ആകർഷണം നിനക്കുണ്ടാവും നിത്യത്തിലേക്ക് നയിക്കാൻ. പക്ഷേ നിന്റെ ഭൗതികമായ വിഷയത്തിൽ നിനക്ക് ഒരു വിടുതൽ വേണമെങ്കിൽ നീ കർത്താവിൻ്റെ അടുക്കൽ വരണം. നീ വിടുതലിനായി കർത്താവിൻ്റെ സന്നിധിയിൽ വരാൻ തയ്യാറാകണം. അതിന് പരിമിതിയിട്ട് ഇതിനേക്കാൾ നല്ലത് ഞങ്ങൾ നിൽക്കുന്നിടത്തുണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ല ചെയ്യേണ്ടത്. പലപ്പോഴും വീടിനകത്ത് ഒരു പക്ഷേ അച്ചായ നിന്നോട് പ്രിയ ആൻറ്റി പറഞ്ഞിട്ടുണ്ടാകാം, പലപ്പോൾ നമുക്ക് ഒന്ന് പോയിരുന്നെങ്കിൽ അവിടെ ചെന്നിരുന്നെങ്കിൽ ഒരു വിടുതലായി മാറിയേനെ എന്ന് പലപ്പോഴും നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളുടെ മക്കൾ പറഞ്ഞിട്ടുണ്ടാകാം, മകൻ ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാകാം, ഭാര്യ ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാകാം, ഭർത്താവ് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടാകാം, മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ടാകാം, മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ എങ്കിലും ഇതുവരെയും ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ വീണ്ടും നിന്റെ രോഗത്തിലും നിന്റെ പ്രശ്നങ്ങളിലും നീ ഭവനത്തിൽ തന്നെ ആയിരിക്കുന്നുവെങ്കിൽ ഇത് അതികഠിനമായി മാറും. ശ്രദ്ധിക്കൂ, നയമാൻ വീണ്ടും അവളുടെ വാക്ക് കേട്ടിട്ട് ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ പോകാതിരുന്നെങ്കിൽ ഒരു വലിയ കുഷ്ഠരോഗിയായി ചീഞ്ഞളിഞ്ഞ് ഒരു വല്ലാത്ത നിലവാരത്തിൽ അവൻ മരിക്കേണ്ടി വന്നേനെ. ഈ മെസ്സേജ് കേൾക്കും ഓർത്തു, നിന്റെ പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുക. ഇനി നീ താമസിക്കരുത്. പലപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിച്ചു. നീ ചെല്ലുക, പ്രാർത്ഥനയ്ക്ക് ചെല്ലുക, വിടുതൽ ശുശ്രൂഷിക്ക് നീ കടന്നു ചെല്ലുക, ഏൽപ്പിച്ചു കൊടുക്കുക, നിന്റെ ഹൃദയം കർത്താവിന് കൊടുക്കുക, കർത്താവിനെ രക്ഷിതമായി സ്വീകരിക്കുക, വിടേണ്ടതിനെ നീ ഉപേക്ഷിക്കുക എന്ന് പലപ്പോഴും ദൈവം പറഞ്ഞിട്ടും ഇതുവരെ ഒരു തീരുമാനമെടുക്കാൻ നിനക്ക് കഴിയുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു, അവിടെ പോയാൽ വിടുതലുണ്ടോ, ഇവിടെ പോയാൽ വിടുതലുണ്ടോ? അനേക ചോദ്യങ്ങളുമായിരിക്കുന്നതോടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഒന്ന് ആത്മാർത്ഥതയോടെ നീ ചെന്നു നോക്കിക്കേ, ഒന്ന് ആത്മാർത്ഥതയോടെ നീ പ്രാർത്ഥിച്ചു നോക്കിക്കേ. കർത്താവ് അത്ഭുതകരമായിട്ടുള്ള വിടുതൽ നിന്റെ ജീവിതത്തിൽ. ഇനി താമസിക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഇനി നീ നിന്റെ ഭവനത്തിൽ താമസിക്കുന്ന നിന്റെ പ്രശ്നം കൂടിക്കൊണ്ടിരിക്കുക, അതികഠിനമായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് താമസിക്കരുത്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക. ഇതൊരു വചനമാണ്. അവൾ പറയാണ്, ആ പെൺകുട്ടി എങ്ങനെയാണ് പറഞ്ഞത്? അതെ, യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നിരുന്നുവെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഒന്ന് അഭിഷേകമുള്ള ദൈവത്തിൻ്റെ ശക്തിയാൽ പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേകത്തിൻ്റെ അടുക്കൽ നീ ചെന്നാൽ അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് വിടുതലായി മാറും. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, ആത്മശക്തിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, ആത്മശക്തിയിൽ പ്രാർത്ഥിക്കുന്നവരോട് ഫോണിൽ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ അത് നിന്റെ ജീവിതത്തിൽ ഒരു വിടുതലായിട്ട് മാറും. പലപ്പോഴും നമ്മുടെ ബുദ്ധിക്കകത്തും നമ്മുടെ യുദ്ധിക്കകത്തും അവർ കാണുമോ ഇവർ കാണുമോ, അവരറിഞ്ഞ പ്രശ്നം ഇവരറിഞ്ഞ പ്രശ്നം, പല വിഷയമാണ്. ഇതുപോലെ നയമാനുമണി പലതും പറയാം. ഞാൻ ശബരിയിലെ പ്രവാചകന്റെ അടുക്കൽ പോകുമ്പോൾ ആരെങ്കിലും കണ്ടാലോ, നീ അരാം രാജാവിൻ്റെ ക്യാപ്റ്റനാണ്, നിനക്ക് നാണമില്ലേ ഇങ്ങനെയുള്ള പ്രവാചകന്റെ അടുക്കൽ പോകുവാൻ, ഇങ്ങനെ ഒരു വിടുതൽ ശുശ്രൂഷയ്ക്ക് നീ പോകാൻ അല്ല എന്ന് പറഞ്ഞ് ഒരുപക്ഷെ നിന്ദിക്കാം, പരിഹസിക്കാം. ഇതൊന്നും അവനെ ചിന്തിപ്പിച്ചില്ല. അവനൊരു കാര്യം മനസ്സിലായി, ഇവയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നാളെ കുഷ്ഠരോഗിയെ ചീഞ്ഞളിഞ്ഞ് എൻ്റെ ശവസംസ്കാരത്തിന് പോലും ആരും കാണത്തില്ല എന്നവന് തിരിച്ചറിഞ്ഞു. അവൻ കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ചു. മക്കളെ, ഇന്നത്തെ ഈ അവസരം നീ മാക്സിമം ഉപയോഗിക്കണം. ഈ കേൾക്കപ്പെടുന്ന വചനത്തിന് മുമ്പാകെ നീ നിന്റെ കുടുംബത്തെ നിന്നെ തന്നെ സമർപ്പിക്കാൻ തയ്യാറാകണം. ഇത് നിന്റെ ജീവിതത്തിൽ ശക്തമായിട്ടുള്ള ഒരു വിടുതലായി മാറും. നിന്റെ മുമ്പിൽ നിൽക്കുന്ന എത്ര വലിയ വെല്ലുവിളികളായിരുന്നാലും, രോഗം എത്ര വെല്ലുവിളി പറഞ്ഞ രോഗമായിരുന്നാലും എൻ്റെ യേശുവിനെ നിന്നെ സൗഖ്യമാക്കുവാൻ കഴിയും, നിന്നെ വിടിവിക്കുവാൻ കഴിയും, പൂർണ്ണമായി നിന്നെ വിടിവിക്കുവാൻ കഴിയും. ഏത് വലിയ രോഗമായിക്കോട്ടെ വിശ്വസിക്കാൻ തയ്യാറാകണം. ശ്രദ്ധിക്കൂ, അവിടെ ഈ പ്രവാചകന്റെ അടുക്കൽ ചെന്നാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്നുള്ള വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം, ഇദ്ദേഹം ചിന്തിച്ചത് അങ്ങോട്ട് ആ രോഗമുള്ള ഭാഗത്തേക്ക് നീ കൈ നീട്ടി പ്രവാചകൻ ആട്ടിക്കളയും രോഗത്തെ എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ അതിന് വിപരീതമായിട്ടാണ് പ്രവാചകൻ പറയുന്നത്, നീ യോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിപ്പോകാൻ നിശ്ചയിച്ചപ്പോഴാണ് തൻ്റെ സഹശുശ്രൂഷകനായിരിക്കുന്ന ആ ദാസൻ പറഞ്ഞു, ഇതിനേക്കാൾ വലിയൊരു കാര്യം നിന്നോട് പറഞ്ഞാൽ നീ ചെയ്യുകയില്ലയോ? പലപ്പോഴും ഡോക്ടർമാരെടുത്തു പോയി വെറുതെ
ഒരു ചെറിയ രോഗം വന്നാൽ 40,000, 50,000, 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം ഒക്കെ ചുമ്മാതെ കൊടുക്കുക, ഒരു മടിയില്ല. പക്ഷേ ആത്മാർത്ഥമായി വിശ്വസിച്ച് നല്ല വിശ്വാസമുള്ളവനായിട്ട് നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നാൽ, ആമേ, നല്ല അഭിഷേകമുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ആരാധനയ്ക്കകത്ത് നീ ഒന്ന് നിന്ന് ദൈവത്തെ ഒന്ന് ആരാധിച്ചാൽ നിന്റെ രോഗം നിന്നെ വിട്ടുമാറും. ആമേ, വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ കർത്താവ് നിന്നെ അത്ഭുതകരമായി വിടുവിക്കും. ഈ നാളുകളിൽ ഞാൻ ദൈവാത്മാൻ വിളിച്ചു പറയട്ടെ, അനേകരുടെ വിടുതൽ കാണുവാനിടയായി തീർന്നു. 10 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ മുടക്കിയിട്ട് വിട്ടുമാറാത്ത രോഗം ഒരു ഫോൺ കോളിൽ, അതായത് വ്യക്തമായി പറയാം, 10 ലക്ഷം രൂപ മുടക്കി വിട്ടുമാറാതെ കിടന്ന രോഗം ഒരു ഫോൺ കോളിന് 50 പൈസ അല്ലെങ്കിൽ 25 പൈസ. ഇന്നത്തെ നിലവാരത്തിൽ ഒരു മിനിറ്റിന് 10 പൈസയേ ഉള്ളൂ. 10 പൈസ മുടക്കിൽ ഒരു ഫോൺ കോൾ, ഒരു മിനിറ്റ് സംസാരിച്ച് ഒരു ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചുള്ളൂ, ആ രോഗം പരിപൂർണമായി അവരുടെ ജീവിതത്തിൽ വിട്ടുമാറി. ശ്രദ്ധിക്കൂ, 10 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് മാറാത്ത രോഗം, 2 ലക്ഷം കൊടുത്തിട്ട് മാറാത്ത രോഗം, 4 ലക്ഷം, 1 ലക്ഷം, 50,000, 40,000 കൊടുത്തിട്ട് മാറാത്ത രോഗം, ഒറ്റ പ്രാർത്ഥനയിൽ, ഫോൺ കോളിലൂടെ ഒറ്റ പ്രാർത്ഥനയിൽ അത്ഭുതകരമായ സൗഖ്യം ഉണ്ടാകാനിടയായി തീർന്നു. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, കർത്താവ് നിങ്ങളെ വിടുവിക്കും. നിങ്ങളുടെ പൈസ വെറുതെ കൊണ്ടേ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കർത്താവ് നിങ്ങളെ അത്ഭുതകരമായി വിടുവിക്കും. ശ്രദ്ധിക്കൂ, ദൈവത്തിൻ്റെ പ്രവൃത്തിയോ ദൈവത്തിൻ്റെ അത്ഭുതമോ നിങ്ങൾ കാണണമെന്നോ അനുഭവിക്കണമെന്നോ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം ഒരു ക്വാളിറ്റി ആഗ്രഹിക്കുന്നു. അത് പണമല്ല, നിങ്ങളുടെ സ്വത്തല്ല, വീടല്ല, ഒന്നുമല്ല. ദൈവം ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമുണ്ട്, നീ യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ തയ്യാറാകണം. കർത്താവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഒരു വിടുതൽ കർത്താവിൽ നിന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം, ഇതിൽ സംശയം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാനേ പാടെ എടുത്തു മാറ്റണം. 100% വിശ്വാസമുള്ളവനായിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വരണം. യേശുവിനോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അങ്ങനെ നീ വിളിച്ച് ഒന്ന് പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ഒരു ദേവദാസൻ്റെ അടുക്കിൽ നിന്ന് പ്രാർത്ഥിക്കുകയോ ചെയ്താൽ കർത്താവ് അത്ഭുതകരമായിട്ടുള്ള വിടുതൽ തരുവാനിടയായി തീരും. ശ്രദ്ധിക്കൂ ദൈവമക്കളെ, നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ വിഷയം നീ തന്നെ പ്രാർത്ഥിച്ചാൽ ഇവിടെ സംഭവിക്കും. നിന്റെ ശരീരത്തെ നോക്കി നിന്റെ രോഗത്തോട് നീ മാറാൻ പറഞ്ഞാൽ അത് മാറും. നിന്റെ പ്രശ്നങ്ങളെ നോക്കി നീ പ്രവചിക്കാൻ തയ്യാറാകുക, അത് മാറിപ്പോകും. നിന്റെ ജീവിതത്തിൽ ഇല്ലാത്ത ചിലതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ നിന്റെ ദൈവത്തിന് കഴിയും. കാരണം നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാം ദൈവമാണ്, അവൻ സമാധാനത്തിന്റെ പ്രഭുവാ, അവൻ നിത്യപിതാവാണ്. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. ശ്രദ്ധിക്കൂ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ഈ ദൈവത്തിന് നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കർത്താവിന് കഴിയും. അത് പൂർണ്ണമായി വിശ്വസിക്കാൻ തയ്യാറാകുക. ദൈവപ്രവൃത്തി ഇവിടെ കാണുവാനിടയായി തീരും. ശ്രദ്ധിക്കൂ, ഇവിടെ സംഭവിച്ചു നോക്കിക്കേ. വിശ്വാസമുള്ളവനായി മുന്നോട്ട് കടന്നു പോകുന്നു. ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ചെല്ലുന്നു. പ്രവാചകൻ പറഞ്ഞ വാക്ക് അവൻ അനുസരിക്കുന്നു. ഒരുപക്ഷെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉരുകുന്ന, നാളെ എന്തു ചെയ്യും, നാളെ എങ്ങനെയാണ് ആ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് എന്നൊക്കെ ഓർത്ത് തീ തിന്നുന്ന പല മാതാപിതാക്കൾ, സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടാവാം. പ്രിയ മാതാവേ, പിതാവേ, ആൻറ്റി, ഹാലലിയ, കുഞ്ഞെ, സഹോദര, ദൈവത്തിൻ്റെ ആത്മാവ് നീ ആരുമായിക്കോട്ടെ, ഏത് മതത്തിലുള്ള സഹോദരനോ സഹോദരിയോ മാതാവോ പിതാവോ ഹാലലിയ ആയിക്കോട്ടെ, കുഞ്ഞെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്നെ വിടുവിക്കും. എൻ്റെ യേശു നിന്റെ പ്രശ്നങ്ങളേക്കാൾ വലിയവനാ. നിന്റെ പ്രശ്നങ്ങൾ എത്രയായിരുന്നാലും അതിനേക്കാൾ വലുതാണ് എൻ്റെ യേശു എന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. നീ വിശ്വാസത്തോടെ കർത്താവിനോട് ചോദിക്കുക, നീ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക, വിശ്വസിക്കാൻ തയ്യാറാകുക. ദൈവിക പ്രവൃത്തി അവിടെ കാണുവാനിടയായി തീർന്നു. വിശ്വാസത്തിൻ്റെ അന്തരീക്ഷം എവിടെയുണ്ടോ അവിടെ ദൈവിക പ്രവൃത്തി അവിടെ പരിപൂർണമായി കാണുവാൻ ഇടയായി തീരും. ശ്രദ്ധിക്കൂ, മടങ്ങിച്ചെന്നത് ഒരു വലിയ വിടുതലോടാണ് ഇദ്ദേഹം മടങ്ങി വരുന്നത്. അങ്ങനെ വിടുതൽ പ്രാപിച്ച് ഒരു ബാലനെ പോലെ തൻ്റെ ശരീരം, ഒരു ചെറുബാലനെ പോലെ നല്ല ശുദ്ധിയായി, നല്ല മനോഹരമേറിയ ഒരു ന്യൂ ആയിട്ടുള്ള പുതിയ ഒരു ശരീരമാണ് തനിക്ക് കർത്താവ് കൊടുത്തത്. അതെ, തൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കുഷ്ഠവും മാറിപ്പോയി തിരികെ വന്നു. അദ്ദേഹം പോരുന്ന വഴി പറഞ്ഞൊരു കാര്യമുണ്ട്, ഹല്ലേലൂയ, കർത്താവിനല്ലാതെ മഹത്വം കൊടുത്ത അനുഭവം ഈ നയമാൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതിന് ദൈവത്തോട് മാപ്പ് പറഞ്ഞിട്ട് യേശുവിന് മാത്രം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ അവൻ പ്രതിജ്ഞയെടുക്കുകയും അതനുസരിച്ച് അവൻ ജീവിക്കുവാൻ തയ്യാറാകുകയും ചെയ്തു. ശ്രദ്ധിക്കൂ, അപ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു വിഷയമുണ്ട്. തൻ്റെ വീട്ടിൽ ആയിരിക്കുന്ന ഈ പെൺകുട്ടി, അതായത് ഈ ഇസ്രായേലിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന ഈ പെങ്കൊച്ച്, ഈ സഹോദരി, ഇവരുടെ ജീവിതത്തിലുള്ള വിശ്വാസം, ഇവൾ പറയുന്ന കാര്യങ്ങൾ അതേപോലെ അനുസരിക്കണമെങ്കിൽ ഇവരുടെ ജീവിതത്തിൻ്റെ പ്രവർത്തികൾ അങ്ങനെ ആയിരിക്കണം. ശ്രദ്ധിക്കൂ, എത്ര പ്രതിസന്ധികൾ വന്നാലും ദൈവത്തെ അറിയാത്തവരുടെ നടുവിൽ എപ്പോഴും നീ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനായിരിക്കണം.
നിന്നിലൂടെ കർത്താവിന് സാക്ഷ്യം മറ്റുള്ളവർ അറിയണം. നിന്നിലൂടെ കർത്താവിന് മഹത്വം മറ്റുള്ളവർ അറിയാൻ ഇടയായി തീരണം. നിന്റെ വിശ്വാസം കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ഇടയായി തീരണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാം. നിത്യനും പരിശുദ്ധനുമായ ദൈവമേ, സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹമേറിയ ഈ നല്ല സമയത്തിനായി നന്ദിയോട് കർത്താവിനെ സ്തുതിക്കുന്നു, വായിക്കുന്നു. കർത്താവെ, കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ആ നയമാന് ദൈവം കൊടുത്തിരിക്കുന്ന വിടുതൽ ഞങ്ങൾ കേൾക്കാനിടയായി തീർന്നുള്ള കർത്താവെ, പ്രവാചകന്റെ അടുക്കൽ ചെന്ന് കർത്താവെ, പ്രവാചകൻ പറഞ്ഞു യോർദാനിൽ ചെന്ന് കുളിക്കുക, 7 പ്രാവശ്യം കുളിക്കുക എന്ന് പറഞ്ഞപ്പോൾ 7ാമത്തെ പ്രാവശ്യം അവൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നപ്പോൾ ഒരു ബാലന്റെ ശരീരം പോലെ തന്റെ ശരീരം ആകുവാനിടയായി. അവൻ യഹോവയ്ക്ക് മഹത്വം കൊടുക്കുവാൻ ഇടയായി തീർന്നു. തീർച്ചയായിട്ടും കർത്താവെ, ഇതിലൂടെ ജീവിതത്തിൽ നീറിപ്പോകുന്ന പ്രശ്നങ്ങളുമായി മാന്യന അനേക സാമ്പത്തിക നന്മകളുണ്ട് കർത്താവെ, ഒക്കെയാണെങ്കിലും ജീവിതത്തിൽ പലപ്പോഴും ഭാരപ്പെടുന്ന രോഗത്താൽ വിട്ടുമാറാത്ത രോഗങ്ങൾ, കർത്താവ് ഇതുവരെ ആരോടും പറയാതെ കിടക്കുന്ന രോഗത്താൽ ഭാരപ്പെടുന്ന പലരുമുണ്ട്. യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ, വിടുവിക്കപ്പെടട്ടെ. കർത്താവിന്റെ ശക്തി അവിടെ മേൽ വെളിപ്പെടട്ടെ. കർത്താവെ, നിന്റെ വചനം നീ അയച്ച് നീ പരിപൂർണമായി സൗഖ്യമാക്കുന്നതിനെ നന്ദി പറയുന്നു. കർത്താവേ, പല രോഗം പലപ്പോഴും പല ഡോക്ടർമാരുടെ അടുക്കൽ ചെന്നിട്ടും ചികിത്സിച്ചിട്ടും മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗങ്ങൾ ജീവിതത്തിൽ അന്ന് കർത്താവെ നീ അത്ഭുതകരമായി വിടുവിക്കണം. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ നിന്റെ മഹത്വം പരിപൂർണമായി കർത്താവ് കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ശരീരം മുഴുവനും കർത്താവെ വല്ലാത്ത അസ്വസ്ഥതയാകുന്ന രോഗത്താൽ ഭാരപ്പെടുന്ന ചിലരെ എൻ്റെ യേശു ഇപ്പോൾ തൊടുന്നതിനായി നന്ദി പറയുന്നു. കർത്താവെ, ജീവിതത്തിലെല്ലാം ഉണ്ടെങ്കിലും പാപമെന്ന കുഷ്ഠം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പലരും ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ കർത്താവെ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് ഒന്ന് ശുദ്ധിയായി തീരുവാൻ സ്വർഗം അവരുടെ ജീവിതത്തിൽ ഇടവരുത്തുന്നതിന് നന്ദി പറയുന്നു. കർത്താവ് ശുദ്ധിയാകട്ടെ. എല്ലാ കർത്താവെ അസ്വസ്ഥകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് പാപബോധം അവർക്കുണ്ടാവട്ടെ. കർത്താവെ, അവരെ പൂർണ്ണമായി സ്വതന്ത്രമായി തീരുവാൻ സ്വർഗം ഇടയാക്കണം. കർത്താവെ, ഏത് വിഷയത്തിനാണോ ഭാരപ്പെടുന്നത് ആ വിഷയത്തിന് മേൽ ദൈവിക മഹത്വം കർത്താവ് പൂർണ്ണമായി വെളിപ്പെടുത്തും. ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവെ, പ്രാർത്ഥനയ്ക്കായി കർത്താവെ നിൽക്കുന്ന ഓരോരുത്തരെയും കുടുംബമായി കർത്താവ് വിടുവിക്കണം. കർത്താവെ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ കർത്താവ് അങ്ങനെ ചെയ്തിരിക്കാൻ നന്ദി. പൂർണ്ണമായിട്ടുള്ള ഒരു വിടുതൽ സ്വർഗം കൊടുത്തതിനായി സ്തോത്രം ചെയ്ത് കർത്താവെ, ഈ മെസ്സേജ് തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കും. എവിടെ നിന്ന് കേൾക്കാനും കർത്താവെ, ആരൊക്കെ ഇത് കണ്ടാലും കാണുന്നവരുടെ ജീവിതത്തിൽ ഇതൊരു ബ്ലെസ്സിംഗ് ആയിട്ട് മാറും, ഇതൊരു അനുഗ്രഹമായിട്ട് മാറും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുക. സ്വർഗം വലിയ വിടുതൽ ചെയ്തിരിക്കാൻ നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഏത് തന്നെയായിരുന്നാലും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രൈസ് സെന്ററിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അടുത്തയാഴ്ച ഇതേ സമയം കാണുമ്പോഴും കർത്താവിന്റെ ചെറുകണിയിൽ നിങ്ങൾ എല്ലാവരെയും കർത്താവ് മറക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ബൈ.